ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഞാൻ രമേശ് നമ്പൂതിരി, തൃശ്ശൂരിമന. ശ്രീമദ് ഭാഗവതം സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വ്യാഖ്യാനം, ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം, 4-ാം അധ്യായം. സൂത ഉവാച. അഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലാം വനമാലീ ഘനശ്യാമ പീതവാസാ മനോഹരാ കാഞ്ചീകലാപരിജോല്ലസന്മകുടകുണ്ടല ത്രിഭംഗലളിതശ്ചാരു കൗസ്തുഭേന വിരാജിതാ കൗടിമന്മഥലാവണ്യോ ഹരിചന്ദ്രചർച്ചിതാ പരമാനന്ദജിന്മൂർത്തിർമധുരോ മുരളീധര ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച. സൂതൻ പറഞ്ഞു, അനന്തരം വൈഷ്ണവന്മാരുടെ ഹൃദയത്തിൽ ലോകത്തിൽ ദുർലഭമായ ഭക്തി നിവസിച്ചിരിക്കുന്നു കണ്ടിട്ട് ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. എങ്ങനെയിരിക്കുന്ന ഭഗവാൻ? ഭക്തന്മാരിൽ പരമപ്രേമയുക്തനും പാദം വരെ നീണ്ടുകിടക്കുന്ന വലമാലയെ ധരിച്ചവനും മേഘം പോലെ ശ്യാമള നിറമുള്ളവനും 2 മഞ്ഞപ്പട്ടിൽ ഒന്നിനെ ഉടുത്തവനും മറ്റൊന്നിനെ ഉത്തരീയമായി ധരിച്ചവനും കാണുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും അരിയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണ നിമിത്തം മനോഹരനും അത്യന്തം പ്രകാശിക്കുന്ന കിരീട കുണ്ടലങ്ങളോട് കൂടിയവനും ഉദരത്തിൽ കാണപ്പെടുന്ന ത്രിവലിയാൽ സുന്ദരനും മനോജ്ഞമായ കൗസ്തുഭരത്നത്താൽ പ്രകാശിക്കുന്നവനും കോടി മന്മഥ സദൃശമായ സൗന്ദര്യമുള്ളവനും രക്തചന്ദനത്തെ ദേഹത്തിൽ പൂശിയിരിക്കുന്നവനും പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ഏവർക്കും പ്രിയത്തെ ജനിപ്പിക്കുന്നവനും മുരളിയെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായിരുന്നു. വൈകുണ്ഠത്തെ വെടിഞ്ഞു വരുവാൻ എന്തു കാരണമെന്നാൽ ഇവിടെ ഇരിക്കുന്ന മഹാത്മാക്കളുടെ ഹൃദയങ്ങൾ കാമക്രോധാദി വൃത്തികളുടെ സമ്പർക്കമില്ലാതിരുന്നതിനാൽ ഭഗവാനിരുന്ന് ആനന്ദിപ്പാൻ തക്കവിധം നിർമ്മലങ്ങളായിരുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി വൈകുണ്ഠത്തെ വെടിഞ്ഞിട്ടാണ് ഭക്തഹൃദയങ്ങളിൽ വന്നിരുന്നതെന്ന് വർണ്ണിച്ചത് ഭക്തഹൃദയങ്ങളുടെ പരിശുദ്ധതയെയും ഭഗവാന്റെ ഭക്തവാത്സല്യാതിശയത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ധരിക്കണം. അല്ലാതെ ഭക്തഹൃദയങ്ങളിൽ വസിക്കുന്ന ഭഗവാൻ വൈകുണ്ഠത്തിലില്ലെന്ന് ധരിക്കരുത്. വൈകുണ്ഠവാസിനോ യേജാ വൈഷ്ണവ ഉദ്ധവാദയാ തൽക്കഥാശ്രമാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാൻ. വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ഉദ്ധവാദി വിഷ്ണുഭക്തന്മാർ കഥ കേൾപ്പാനുള്ള താല്പര്യത്താൽ മറ്റാർക്കും കാണുവാൻ കഴിയാത്ത വിധം ഗൂഢരൂപങ്ങളെ ധരിച്ചുകൊണ്ട് സഭയിൽ വസിച്ചു. തഥാ ജയാരാവോ രസപുഷ്ടിരൗലൗകികീ ചൂർണപ്രസൂന വൃഷ്ടിശാമുഹു ശങ്കരവോപ്യഭൂല്. അപ്പോൾ ജയ ജയ എന്ന ശബ്ദവും ലോകത്തിൽ കാണപ്പെടാത്തതായ രസപുഷ്ടിയും മലർപ്പൊടി പുഷ്പങ്ങൾ എന്നിവയുടെ വർഷവും അടിക്കടി ശംഖശബ്ദവും ഉണ്ടായി. തൽസഭാ സംസ്ഥിതാനാം ദേഹഗേഹാത്മവിസ്മൃതിയും ദൃഷ്ട്വാച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രുവിൽ. ആ സഭയിൽ വസിക്കുന്നവർ ശരീരത്തിൽ ഞാനിന്നും ഗൃഹാദികളിൽ എൻ്റേതെന്നുമുള്ള ഭാവമില്ലാതിരിക്കുന്നതിനെ കണ്ടിട്ട് നാരദമുനി പറഞ്ഞു, അലൗകികോയം മഹിമാമുനീശ്വര സപ്താഹജന്യോദ്യ വിലോകിതോ മയാം മൂഢാശടായേ പശുപക്ഷീണോത്ര സർവേപി നിഷ്പാപതമാ ഭവന്തി. നിഷ്പാപതയാ വിഭാന്തി എന്നാണ് അധികം നല്ലത്. ഹേ മുനീശ്വരന്മാരെ, സപ്താഹയജ്ഞത്തിൽ നിന്നുദ്ഭവിച്ചിരിക്കുന്ന ലോകാതിശായിയായ മഹിമയെ ഞാനിതാ കാണുന്നു. ഇവിടെ ഇരിക്കുന്ന മൂഢന്മാർ, ഷഡന്മാർ, പശുക്കൾ, പക്ഷികൾ എന്നിവരെയും പാപസമ്പർക്കമില്ലാതെ പരിശുദ്ധന്മാരായി പ്രകാശിക്കുന്നു. അതോ നിർലോകേനു നാസ്തി കിഞ്ചിത് ചിത്തസ്യ യശോധായ കലോ പവിത്രം അഘോഘവിദ്ധസമഗ്രം തഥൈവ കഥാസമാന്യം ഭൂവി നാസ്തി ചാന്യൻ. അത് ഹേതുവായിട്ട് കയ്യുഗത്തിൽ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഘത്തെ നിശേഷം നശിപ്പിക്കുന്നതിനും ഭാഗവകഥാപ്രസ്താവത്തോട് സമാനമായിട്ടുള്ള പരിശുദ്ധധർമ്മം മറ്റൊന്നും മനുഷ്യലോകത്തിലില്ല. കേകേ വിശുദ്ധേതി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭിർ ലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗ. കഥാസ്വരൂപമായ സപ്താഹയജ്ഞത്താൽ ഏതേത് വിധത്തിലുള്ള പാപികൾ ശുദ്ധന്മാരാകുമെന്ന് നിങ്ങൾ എന്നോട് പറയണം. കൃപാലുക്കളായ
നിങ്ങളാൽ ലോകത്തിൻ്റെ ഹിതത്തിനെ ഉദ്ദേശിച്ചിട്ട് അനിർവചനീയമായ ഒരു പുതിയ മാർഗം പ്രകാശിക്കപ്പെട്ടു. കുമാര ഊജു യേ മാനവാ പാപകൃതസ്തു സർവദാ സദാ ദുരാചാര്യരതാ വിമാർഗക ക്രോധാഗ്നിസഗ്ധാകുല്ലാശകാമിന സപ്താഹയജ്ഞേന കലോപുനന്ദിതേ. കുമാരന്മാർ പറഞ്ഞു, ഏതൊരുത്തൻ എപ്പോഴും പാപം ചെയ്യുന്നവരും ദുരാചാരത്തിൽ തൽപരന്മാരും നിഷിദ്ധ കാര്യങ്ങളെ നടത്തുന്നവരും ക്രോധസ്വരൂപമായ അഗ്നിയിൽ വീണു ദഹിക്കുന്നവരും കുടിലന്മാരും കാമികളുമായിരിക്കുന്നുവോ അവരെല്ലാവരും സപ്താഹയജ്ഞത്താൽ കലിയുഗത്തിൽ പരിശുദ്ധരായി ഭവിക്കും. ഇങ്ങനെ പറഞ്ഞത് പാപദുരാചാര കൗടില്യാദി നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുവാനുള്ള അനുവാദമായിട്ടല്ല ധരിക്കേണ്ടത്. സപ്താഹയജ്ഞത്തിനുള്ള മഹിമയെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഈ വിധം വർണ്ണിച്ചതായിട്ട് ധരിക്കണം. ഏത് പാപം ചെയ്താലും സപ്താഹയജ്ഞം പരിഹാരമായിട്ടുള്ളതിനാൽ പാപികൾ ലോകത്തിൽ വർദ്ധിക്കട്ടെ എന്നല്ല മഹർഷിമാരുടെ അഭിപ്രായം. സപ്താഹയജ്ഞം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മാത്രമാകുന്നു ശ്രേഷ്ഠമായ വിഷയത്തിൽ ശ്രദ്ധയെ ജനിപ്പിക്കുവാൻ ഈ വിധം വർണ്ണിക്കുന്നത് പുരാണ സമ്പ്രദായമാകുന്നു. രോചനാർദ്ധാഫലശ്രുതി സൽക്കഥാദികൾ ശ്രദ്ധയെ അധികരിപ്പിക്കുകയാണ് ഫലശ്രുതിയുടെ പ്രയോജനം. സത്യേന ഹീനാ പിതൃമാതൃദൂഷകാതൃഷ്ണാകുലാശ്ചാശ്രമധർമ്മവർജിത ഏതാംഭികാമത്സരിണോഭിഹിംസക സപ്താഹയജ്ഞേന കലോപുനന്ദിതേ. സത്യം വിട്ടു നടക്കുന്നവരും മാതാവിനെയും പിതാവിനെയും ദുഷിക്കുന്നവരും ദുരാശ കൊണ്ട് നിറഞ്ഞവരും അതാതാശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവരും പരവഞ്ചകന്മാരും മത്സരികളും പ്രാണിഹിംസകന്മാരും കൂടെ കലിയുഗത്തിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കുന്നു. ഇതിൻ്റെ സാരം മേൽപ്പറഞ്ഞ തരക്കാർ ഭാഗവത ശ്രവണത്താൽ അവരുടെ പാപകർമ്മങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കുവാനും ആ വക ദുഷ്പ്രവൃത്തികളെ ഉപേക്ഷിച്ച് സദാചാര തൽപരന്മാരാവാനും ഇടവരും. അങ്ങനെ അവർ ശുദ്ധന്മാരാകും എന്നാണ്. പഞ്ചോഗ്രപാപാശ്ചലച്ഛദ്മകാരിണ ക്രൂരാഭിഷാചൈവ നിർദ്ദയാശയേ ബ്രഹ്മസ്വപുഷ്ട വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലോപുനന്ദിതേ. പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം, സ്വർണ്ണചോരണം ഇവ ചെയ്യുന്നവരോടുള്ള സംസർഗം എന്ന പഞ്ചമഹാപാതകമുള്ളവരും അല്പവസ്തുവിനെ മഹദ്വസ്തുവായിട്ട് ബോധിപ്പിക്കുന്നതായ ഛലമെന്ന പാപവും ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ധരിപ്പിക്കുന്ന സ്വഭാവമാകുന്ന കപടം എന്ന പാപവും ആചരിക്കുന്നവരും പ്രാണികാരുണ്യമില്ലാത്തവരും പിശാചുക്കൾ എന്ന പോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതെ വ്യാപരിക്കുന്നവരും ബ്രാഹ്മണധനത്തെ അപഹരിച്ച് ശരീരത്തെ പോഷിപ്പിക്കുന്നവരും പരസ്ത്രീയെ പ്രാപിക്കുന്നവരും കലിയുഗത്തിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധിയെ പ്രാപിക്കുന്നു. കായേന വാചാ മനസാപി പാതകം നിത്യം പ്രകുർവന്തി ശഠാഹടേനയാ പരസ്വപുഷ്ട മലിനാതുരാശയാ സപ്താഹയജ്ഞേന കലോപുനന്ദിതേ. ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും കൽപ്പിച്ചു കൂട്ടി പാപം ചെയ്യുന്നവരും പരസ്വത്ത് കൊണ്ട് സ്വശരീരത്തെ പോഷിപ്പിക്കുന്നവരും കുൽസിത വാസനയുള്ളവരും അതിനാൽ ദുഷിച്ചിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയവരും കലിയിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കും. അത്രതേ കീർത്തയിഷ്യാമാതിഹാസം പുരാതനം യശ്ശ്രവണമാത്രേണ അപപാഹാനി പ്രജായതേ. സപ്താഹയജ്ഞത്താൽ പാപം നശിക്കുമെന്നുള്ളതിനെ ബോധിപ്പിക്കുന്നതായ ഒരു പുരാതന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അങ്ങയോട് പറയാം. അതിനെ ശ്രവിക്കുന്നതുകൊണ്ട് തന്നെ പാപം നശിക്കും. തുംഗാഭദ്രതരേ പൂർവമുൽപത്തനമുത്തമം യത്ര വർണ്ണാസുധർമ്മേണ സത്യതൽക്കർമ്മതൽപരാം. ദക്ഷിണദേശത്തിൽ സുപ്രസിദ്ധമായ തുംഗഭദ്ര നദിയുടെ തീരത്തിൽ പൂർവ്വകാലത്തിൽ ഉത്തമമായ ഒരു നഗരമുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണാദി വർണ്ണങ്ങൾ സ്വധർമ്മശ്രദ്ധയോടും സത്യം, സൽക്കർമ്മം എന്നീ ശുഭാചാരങ്ങളിൽ വളരെ താല്പര്യത്തോടു കൂടിയവരുമായിരുന്നു. ആത്മദേവപുരേ തസ്മിൻ സർവവേദവിശാരദ ശ്രോതസ്മാർത്തേഷു നിഷ്ണാദാ ദ്വിതീയ ഭാസ്കര. ആ നഗരത്തിലെ സർവവേദങ്ങളും നന്നായി അറിഞ്ഞും വേദങ്ങളിലും സ്മൃതികളും വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളിൽ അതിശ്രദ്ധാലുവും രണ്ടാമത്തെ സൂര്യൻ എന്ന പോലെ ഏറ്റവും ശ്രീമാനുമായ ആത്മദേവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. ഭിക്ഷുഗോവിത്തവാം ലോകേതൽ പ്രിയാ ധുന്ദുലി സ്മൃത സ്വവാക്യസ്ഥാപിത നിത്യം സുന്ദരീ സുകുലോത്ഭവാം. ഭിക്ഷുകൻ ലോകത്തിൽ വിത്തവാനാകുന്നു. നശിക്കാത്തതായ ധനം ഭിക്ഷുകനു തന്നെയുള്ളൂ. ഏകനുള്ള മുതൽ നശിച്ചുപോയെന്ന് വരാം. ലോകത്തിലുള്ള മുതൽ നശിക്കയില്ല. അതിനാൽ ലോകത്തിൽ ധനവാൻ ഭിക്ഷുകൻ തന്നെ. ആ വിധത്തിൽ ധനവാനായ ആത്മദേവന്റെ ഭാര്യയ്ക്ക് ധുന്ദുലി എന്നു പേര്. അവൾ പറയുന്ന വാക്യത്തെ സാധിപ്പിക്കുന്നവളും സുന്ദരിയും ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചവളുമായിരുന്നു.
ലോകവാർത്താരതാ ക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാജഗൃഹകൃത്യേഷു കൃപണാകലഹപ്രിയ. ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കുന്നതിലും കേൾക്കുന്നതിലും താല്പര്യമുള്ളവളും പ്രായണ അധികം സംസാരിക്കുന്നവളും ഗൃഹജോലികളെ നടത്തുന്നതിൽ സാമർഥ്യമുള്ളവളും അതിഥി സൽക്കാരം മുതലായ ദാനവിഷയങ്ങളിൽ മനസ്സില്ലാത്തവളും കലഹത്തിൽ താല്പര്യമുള്ളവളുമായിരുന്നു. ഏവം നിവസതോ പ്രേംണാ ദമ്പത്യോരനപത്യോ അർദ്ധാകാമാസ്തയോരാസന്ന സുഖായ ഗൃഹാധികം. അന്യോന്യം പ്രേമത്തോടുകൂടെ ഇപ്രകാരം വസിക്കുന്ന അവർക്ക് സന്താനമുണ്ടായിരുന്നില്ല. അതിനാൽ അർത്ഥങ്ങളും ഭോഗവിഷയങ്ങളും ഗൃഹാദി സർവവും സുഖഹേതുവായിട്ട് ഭവിച്ചില്ല. അനപത്യയോ എന്നതിനു പകരം രമമാണയോ എന്ന് പാഠഭേദം കാണുന്നുണ്ട്. അനപത്യയോ എന്നാണ് സന്ദർഭോചിതം. പശ്ചാദ്ധർമാസമാരബ്ധാസ്താഭ്യാം സന്താനഹേതവേ ഗോഭൂ ഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛത സദാ. അനന്തരം അവർ രണ്ടുപേരും സന്താനലാഭത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് യാചകന്മാർക്ക് പശു, ഭൂമി, സ്വർണം, വസ്ത്രങ്ങൾ മുതലായ പദാർത്ഥങ്ങളെ എപ്പോഴും ദാനം ചെയ്യുവാൻ തുടങ്ങി. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപിജ പുത്രോ നാപിവാ പുത്രി തതശ്ചിന്താതുരോ ഭൃശം. ഗൃഹത്തിലുണ്ടായിരുന്ന ധനത്തിന്റെ അർദ്ധാംശം ദാനധർമാദികൾക്കായിട്ട് ചിലവ് ചെയ്തു. എന്നിട്ടും പുത്രനാകട്ടെ പുത്രിയാകട്ടെ ജനിച്ചില്ല. അതിനാൽ അവർ രണ്ടുപേരും ഏറ്റവും ദുഃഖിതരായി ഭവിച്ചു. ഏകദാ ദ്വിജോ ദുഃഖാൽ ഗൃഹം ദുഃഖാവനം ഗതാ മധ്യാഹിനേ തൃഷിതോ ജാതസ്തടാകം സമുപയുവാൻ. ഒരു നാൾ ആ ബ്രാഹ്മണൻ ദുഃഖാധിക്യ നിമിത്തം വീട് വിട്ടു കാട്ടിലേക്ക് പോയി. മധ്യാഹ്ന സമയത്തിൽ ദാഹമുണ്ടായി. ജലപാനത്തിനായിട്ട് തടാകത്തെ പ്രാപിച്ചു. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാ ദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിതാഗത. വെള്ളം കുടിച്ച് സന്താനഭാവത്തെക്കുറിച്ച് ദുഃഖിച്ചും കൊണ്ടിരുന്നു. 2 നാഴിക കഴിഞ്ഞപ്പോൾ അവിടെ ഏതോ ഒരു സന്യാസി വന്നു ചേർന്നു. അദ്ദേഹം ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. ദൃഷ്ട്വാ പീതജലം തന്തു വിപ്രോ യാതസ്തദന്തികം നത്വാച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതപുരാം. ജലം പാനം ചെയ്ത ശേഷം ഒരു സ്ഥലത്തിൽ വിശ്രമിക്കുന്ന സന്യാസിയെ കണ്ട ആ ബ്രാഹ്മണൻ സന്യാസിയുടെ സമീപത്ത് ചെന്ന് പാദങ്ങളിൽ നമസ്കരിച്ച് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുൻഭാഗത്ത് നിന്നു. യതിരുവാച കഥം ജ്യോതിഷി വിപ്രത്വം കാതേ ചിന്താബലീയസി ഉദത്തം സത്വരം മഹ്യം സുസ്യദുഃഖസ്യ കാരണം. സന്യാസി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, അങ്ങ് വ്യസനിക്കുന്നതായിട്ട് കാണുന്നു. അതിനെന്തു കാരണം? അങ്ങയെ ബാധിച്ചിരിക്കുന്ന ശക്തിയേറിയ ചിന്ത എന്താകുന്നു? കാലതാമസം കൂടാതെ അങ്ങയുടെ വ്യസന കാരണം എന്നോട് പറയുക. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമിർഷേ ദുഃഖം പൂർവഭാവേന സഞ്ചിതം മദീയാ പൂർവജാസ്തോയം കവോഷ്ണം ഭുഞ്ജതേ. ഹേ ഋഷേ, എൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് അറിയുന്നില്ല. ജന്മാന്തര ദുരിതത്താൽ ഞാൻ സമ്പാദിച്ചതാണിതെന്ന് കരുതുന്നു. തർപ്പണാദി ഞാൻ പിതൃക്കൾക്കാകിയിട്ട് സമർപ്പിക്കുന്ന ജലത്തെ അല്പം ചൂടുള്ളതാക്കി തീർത്തിട്ടാണ് അവർ കുടിക്കാറുള്ളതെന്ന് ഞാൻ കരുതുന്നു. ദുഃഖനിശ്വാസ നിമിത്തം വെള്ളവും ചൂട് പിടിക്കുന്നുവെന്ന് സാരം. മദ്ദത്തം നൈവ ഗൃഹണന്തി പ്രീതിയാദേവാദിജാതയാ പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാം ത്യക്തുമിഹാഗത. ഞാൻ സമർപ്പിക്കുന്ന ജലത്തെ ദേവന്മാരും ബ്രാഹ്മണാദികളും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നില്ല. നിശ്ചയം സന്താനമില്ലായെക്കുറിച്ചുള്ള ദുഃഖം നിമിത്തം മൃതനു തുല്യനായ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാകുന്നു. ദിക് ജീവിതം പ്രജാഹീനം ദിഗ്രഹം ച പ്രജാം വിനാം ദിഗ്ധനം ച അനപത്യസ്യ ദിക്കുലം സന്തതിം വിനാം. പ്രജാഹീനന്റെ ജീവിതവും ഗ്രഹവും ധനവും കുലവും നിന്ദിക്കത്തക്കതാകുന്നു. പാല്യതയാമയാധീനു സവന്ധ്യാ സർവദാ ഭവൽ യോമയാരോപിതോ വൃക്ഷസ്യോഭിവന്ധ്യത്വമാശ്രയൽ. യാതൊരു പശുവിനെ ഞാൻ പാലിക്കുന്നു, അതും കൂടെ സർവപ്രകാരത്തിലും വന്ധ്യയായി ഭവിക്കും. യാതൊരു വൃക്ഷത്തെ ഞാൻ നട്ടുവ നനച്ചു വളർത്തുന്നു, അതും കായ്ക്കാത്തതായി ഭവിക്കും. അത്രത്തോളം ഭാഗ്യമില്ലാത്തവനാകുന്നു ഞാൻ. തൽഫലം മൽഗൃഹായാതം ശീഘ്രം തച്ച ഭവിഷ്യുഷ്യതി നിർഭാഗ്യസ്യാനപത്യസ്യാകിമിതോ ജീവിതേനമേ. എൻ്റെ ഗൃഹത്തിൽ യാതൊരു ഫലപുഷ്പാദികൾ വന്നു ചേരുന്നുവോ അതെല്ലാം അതിവേഗത്തിൽ ശുഷ്കിച്ചു പോകും. അത്രത്തോളം ഭാഗ്യഹീനനും സന്താനമില്ലാത്തവനും ഞാൻ ഇനിമേൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഫലമെന്താകുന്നു? ഇത്യുക്തോച്ചേസ്തൽപാർശ്വേ ദുഃഖപീഡിതാം തഥാ തസ്യ യഥേശ്ചിത്തെ കരുണാഭൂൽഗരീയസി. ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാക്രാന്തനായ ദ്വിജൻ ആ സന്യാസിയുടെ സമീപത്തു നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ബലവതിയായ കരുണ ഉദ്ഭവിച്ചു. തൽഫലാക്ഷരമാലാം ജാവാസയാമ
തൽഫലാക്ഷരമാലാം വാചയാമാസോ യോഗവാൻ സർവജ്ഞാത്വായതി പശ്ചാദ്യപ്രമോചയസവിസ്തരം. ആ ബ്രാഹ്മണന്റെ ശിരസിൽ എഴുതിയിരിക്കുന്ന അക്ഷരമാലയെയും ആ സന്യാസി വായിച്ചറിഞ്ഞു. അത്രത്തോളം യോഗപ്രഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യമെല്ലാം ധരിച്ചതിൽ പിന്നെ സന്യാസി ആ ബ്രാഹ്മണനോട് വിസ്തരിച്ചു പറഞ്ഞു. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാക്രമണോ ഗതി വിവേകം സമാസാദ്യത്യജ സംസാരവാസനാം. സന്യാസി പറഞ്ഞു, ലോക വിരക്തി വരുവാൻ തക്കവിധം സന്യാസി ബ്രാഹ്മണനോട് പറയുന്നു, ഹേ ബ്രാഹ്മണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപം അറിയാത്തതിൻ്റെ ഫലമാകുന്നു. ആ അജ്ഞാനത്തെ വിട്ടുകളയുക. പുത്രനുണ്ടാവാനുള്ള അദൃഷ്ടം അങ്ങയ്ക്കില്ല. കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയുന്നതായ വിവേകത്തെ വേണ്ടും വിധം സമ്പാദിച്ചിട്ട് സംസാരവാസനയെ വിട്ടുകളയുക. ശൃണുവിപ്ര മയാദേദ്യ പ്രാരബ്ധം ദുലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവചനൈവചാം. ഹേ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. അങ്ങയുടെ പ്രാരബ്ധകർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. 7 ജന്മം കഴിയുന്നതുവരെ അങ്ങയ്ക്ക് പുത്രന്മാർ ജനിക്കുകയേയില്ല. സന്തതേ സഗരോ ദുഃഖമവാപങ്കപുരാതഥ ഹേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ ദുഃസുഖം. സന്തതിക്കുള്ള ആഗ്രഹം അനർഥഹേതുവാണെന്ന് ഉപദേശിക്കുന്നു. സന്തതി നിമിത്തം സഗര മഹാരാജാവിനും അംഗരാജാവിനും ദുഃഖമാണുണ്ടായത്. ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. എല്ലാം ഉപേക്ഷിക്കുന്നതായ സന്യാസാശ്രമത്തിൽ തന്നെയാകുന്നു സർവപ്രകാരത്തിലും സുഖമുള്ളത്. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവൽക്കും മേ പുത്രം ദേഹി ബലാദവി ത്യജ്യാമിഹം പ്രാണാം സ്വതഗ്രേ ശോകമൂർച്ഛിതം. ബ്രാഹ്മണൻ പറഞ്ഞു, ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ബ്രാഹ്മണൻ പറഞ്ഞു, വിവേകം കൊണ്ട് എനിക്കെന്ത് ഫലം? ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്ക് പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിക്കുക. അതിന് ഭാവമില്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ കർത്തവ്യാകർത്തവ്യങ്ങളെ തിരിച്ചറിയാവാൻ അശക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പാകെ ഇതാ പ്രാണങ്ങളെ ഉപേക്ഷിപ്പാൻ പോകുന്നു. പുത്രാദിസുഖഹീനോയം സന്യാസശുഷ്കേവഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്വിത. പുത്രാദികളിൽ നിന്ന് ലഭിക്കാവുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന ഈ സന്യാസം രസമില്ലാത്തത് തന്നെ നിശ്ചയം. പുത്രപൗത്രന്മാരോട് ചേർന്നിരിക്കുന്ന ഗൃഹസ്ഥാശ്രമം തന്നെ രസാവഹം. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാപ്രവിൽ സതബോധന ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാൽ. ബ്രാഹ്മണൻ ഇപ്രകാരം പുത്രനെ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ആ സന്യാസി പറഞ്ഞു, ബ്രഹ്മകൽപ്പനയെ നിരസിച്ചിട്ടും യോഗബലത്താൽ അങ്ങയ്ക്ക് പുത്രനെ ഞാൻ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. ഇത് നന്നല്ല. ബ്രഹ്മകൽപ്പനയെ മാറ്റി തീർക്കാൻ ആവശ്യപ്പെട്ട ചിത്രകേതുവെന്നു പേരായ രാജാവ് വളരെ കഷ്ടത്തിലകപ്പെട്ടു. വൃതാസുരോപാഖ്യാനം സ്മരണീയം. നയാസ്യസി സുഖം പുത്രാദ്യഥാ ദേവഹതോദ്യമ അതോ ഹരേനയുക്തോസി ഹർദിനം കിം വദാമ്യഹം. അങ്ങയ്ക്ക് പുത്രനുണ്ടായാലും അവനിൽ നിന്ന് സുഖമുണ്ടാവുകയില്ല. പരിശ്രമം സകലവും പൂർവ്വജന്മസഞ്ചിത പാപത്താൽ നിഷ്ഫലപ്പെട്ടു പോകുന്ന ഒരുവന് സുഖം എങ്ങനെയുണ്ടാകും? അതുകൊണ്ട് അങ്ങയുടെ ഈ ആഗ്രഹം ന്യായമല്ല. അഥവാ യാചകനായി വന്നിരിക്കുന്ന അങ്ങയോട് ഇതിന്മീതെ ഞാൻ എന്തു പറയും? തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ ഇതം ഭക്ഷ്യപത്നിയാത്വം തതപുത്രോ ഭവിഷ്യതി. ആ ബ്രാഹ്മണന്റെ നിർബന്ധരൂപമായ ആഗ്രഹത്തെ കണ്ടിട്ട് ആ സന്യാസി ഒരു മാമ്പഴം കൊടുത്തു. പത്നിയോടുകൂടി ചേർന്ന് ഈ ഫലത്തെ ഭക്ഷിക്കുക, അതിൻ്റെ ശേഷം പുത്രനുണ്ടാകും. സത്യം ശൗചം ദയാദാനം ഏകഭക്തം ഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോ നിർമ്മലാം. യഥാർത്ഥ ഭാഷണം, ശരീരശുദ്ധി, പ്രാണികളിൽ കാരുണ്യം, ദീനന്മാർക്ക് ദാനം, ഒരു നേരത്തെ ഭക്ഷണം എന്നീ വ്രതങ്ങളെ അങ്ങയുടെ ഭാര്യ 1 വർഷം അനുഷ്ഠിക്കണം. എന്നാൽ ദോഷരഹിതനായ പുത്രൻ പിറക്കും. മുക്തയോ യോഗി വിപ്രസ്തു ഗൃഹമാഗത പത്ന്യാപാണോ ഫലം ദത്വാ സ്വയം യാതസ്തു പുത്രത്തിൽ. ഇപ്രകാരം പറഞ്ഞിട്ട് യോഗി പോയി. ബ്രാഹ്മണൻ ഉടനെ തന്നെ ഗൃഹത്തിൽ വന്ന് ഭാര്യയുടെ കയ്യിൽ ഫലം നൽകിയ ശേഷം ഇങ്ങോട്ടോ പോവുകയും ചെയ്തു. തരുണീ കുടിലാതസ്യ സഖ്യഗ്രേ ചരുരോധ ഹോ ചിന്താമോൽപ്പന്ന ഫലം ചാഹം ന ഭക്ഷയേ. സ്ത്രീ സ്വഭാവം അറിയാൻ കഴിയാത്തതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആത്മദേവന്റെ ഭാര്യ ചെയ്തതെന്താണെന്ന് 7 ശ്ലോകം കൊണ്ട് പറയുന്നു. അവൻ്റെ ഭാര്യ കുടിലയാകുന്നു. സഖിയുടെ അരികത്തിരുന്ന് കരഞ്ഞു തുടങ്ങി. കരയുന്നത് എന്തു കാരണത്താലാണെന്ന് ചോദിച്ച സഖിയോട് പറയുന്നു, കഷ്ടം, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകുന്നു. കാരണമൊന്നും ഞാൻ അറിയുന്നില്ല. പുത്രനുണ്ടാവാൻ ഈ ഫലം ഭക്ഷിക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുന്നു. ഞാനിത് ഭക്ഷിക്കുകയില്ല.
ഫലഭക്ഷണ ഗർഭസ്യാൽ ഗർഭേണോദരവിദ്ധിതാം സ്വൽപഭക്ഷ്യം തതോ ശക്തിർഗ്രഹകാര്യം കഥം ഭവൽ. ഫലം ഭക്ഷിക്കുന്നത് കൊണ്ട് ഗർഭമുണ്ടാകും, ഗർഭം നിമിത്തം വയർ വലുതാകും, അപ്പോൾ അല്പം മാത്രമേ ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണം കുറയുന്നത് കൊണ്ട് ശക്തിയില്ലാതെയാകും. ശക്തിയില്ലാഞ്ഞാൽ വീട്ടിലെ വേല എങ്ങനെ ചെയ്യും? ദൈവാൽ ഘാടി വർജൽ ഗ്രാമേ പലായൽ ഗർഭിണി കഥം ശുഖവന്യവസേൽ ഗർഭസ്ഥം കുക്ഷേ കഥം സൃജേൽ. സംഗതിവശാൽ ഗ്രാമത്തിൽ വണ്ടിയോ മറ്റോ നേരിട്ട് വരാം, ഗർഭിണിയായ ഞാൻ എങ്ങനെ ഓടും? ഒരു സമയം വ്യാസപുത്രനായ ശുഗനെന്ന പോലെ ഗർഭഗതനായ ശിശു 16 കൊല്ലം ഗർഭത്തിൽ കിടന്നു എന്ന് വരാം. അതിനെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ തള്ളിക്കളയും? തിര്യക്ചേതാഗതോ ഗർഭസ്ഥതാമേ മരണം ഭവയിൽ പ്രസൂതോ ദാരുണം ദുഃഖം സുകുമാരീ കഥം സഹേ. പ്രസവ സമയത്തിൽ ഗർഭഗതനായ ശിശു വിലങ്ങത്തിലാണെന്ന് വന്നാൽ അപ്പോൾ എൻ്റെ മരണം തന്നെ ഫലം. അഥവാ പ്രസവിക്കുന്നതായാൽ തന്നെ അസഹ്യമായ ദുഃഖമുണ്ടാകും. കോമളാംഗിയായ ഞാൻ ആ ദുഃഖത്തെ എങ്ങനെ സഹിക്കും? മന്ദായാം മയി സർവസ്വം നനാന്താ സംഹരേത്തതാ സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യതേ. പ്രസവവേദന നിമിത്തം ഞാൻ പ്രവൃത്തികൾ നടത്തുവാൻ അശക്തയായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി എൻ്റെ മുതലെല്ലാം അപഹരിക്കും. എന്നു മാത്രമല്ല, സൽപുത്രനായി വരണമെങ്കിൽ സത്യം, ശൗചം മുതലായ നിയമങ്ങളെ അനുഷ്ഠിക്കണമെന്നും പറയുന്നു. സത്യശൗചാദികളെ വേണ്ടതുപോലെ അനുഷ്ഠിപ്പാൻ എളുപ്പത്തിൽ കഴിയുകയില്ല. ലാളനെ പാലനെ ദുഃഖം പ്രസൂതായാശ വർത്തതേ വന്ധ്യാവാ വിധവാ നാരീ സുഖിനീ ചേരിമേ മതി. അഥവാ ദുഃഖം സഹിച്ച് പ്രസവിച്ചാൽ തന്നെ ഇത് സുഖമുണ്ടോ? കുട്ടിയെ ലാളിക്കുന്നതും പാലിക്കുന്നതും ദുഃഖം. എന്നാൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന സഖിയോട് പറയുന്നു, പ്രസവിക്കാതെയോ ഭർത്താവില്ലാതെയോ ഇരിക്കുന്ന സ്ത്രീയാണ് സുഖമനുഭവിക്കുന്നവൾ എന്നാണ് എൻ്റെ അഭിപ്രായം. യവം കുതർക്കയോഗേന തൽഫലം ദൈവമഭിക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ചെയ്തിതയേരിതം. ഇങ്ങനെ ഓരോ ദുരാലോചനകൾ നിമിത്തം ആ ഫലത്തെ അവൾ ഭക്ഷിച്ചില്ല. ഭർത്താവ് ചോദിച്ചപ്പോൾ ഭക്ഷിച്ചുവെന്ന് പറയുകയും ചെയ്തു. ഏകദാ ഭഗിനി തസ്യ സ്ഥൽഗൃഹേ സ്വച്ഛയാഗത തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹദീഹിമേ. ദുർബലാദേന ദുഃഖേന ദുഃഖേനുജയകരവാണിക്കും സാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാം പ്രസൂദിത താവൽ കാലം സഗർഭേവാ ഗുപ്താ തിഷ്ടഗൃഹേ സഖം ഇത്തന്തം പരീരച്ച സഭേദാസിരി ബാലകം. സഖിയോട് സംഭാഷണം ചെയ്ത ശേഷം അനുജത്തിയുമായുണ്ടായ സംഭാഷണത്തെ പറയുന്നു. ഒരു ദിവസം ഇവളുടെ അനുജത്തി കാര്യമൊന്നുമില്ലാതെ തന്നെ ജ്യേഷ്ഠത്തിയുടെ ഗൃഹത്തിൽ വന്നു. അവളോട് വർത്തമാനമെല്ലാം സത്യമായിട്ട് പറഞ്ഞു. ഭർത്താവിനെ വഞ്ചിപ്പാനായിട്ട് മാമ്പഴം ഭക്ഷിച്ചുവെന്ന് പറഞ്ഞത് ആലോചിച്ച് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. ആ ദുഃഖനിമിത്തം എനിക്ക് യാതൊന്നും പ്രവർത്തിക്കാൻ ശക്തിയില്ലാതെ വന്നിരിക്കുന്നു. അനുജത്തി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അനുജത്തി പറഞ്ഞു, ജ്യേഷ്ഠത്തി വ്യസനിക്കേണ്ട, മാർഗം ഞാൻ പറയാം. എനിക്കിപ്പോൾ ഗർഭമുണ്ട്. പ്രസവിച്ച ശേഷം ആ ശിശുവിനെ നിനക്ക് ഞാൻ തരാം. ആ കാലം വരെ നീ ഗർഭിണിയാണെന്ന് നടിച്ചുകൊണ്ട് ആരെയും കാണാതെ വീട്ടിൽ സുഖമായി ഒളിഞ്ഞിരുന്നു കൊള്ളുക. എന്നാൽ എൻ്റെ ഭർത്താവ് കൂടെ അതിനനുവദിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിന് കുറെ പണം കൊടുക്കുക. എന്നാൽ അദ്ദേഹം നിനക്ക് ശിശുവിനെ തരും. ഷാൺമാസികോ മൃതോ ബാല ഇതി ലോകോ വധിഷ്യതി തമ്പാലം പോഷയിഷ്യാമിത്യമാകത്യതേ ഗൃഹേ. എൻ്റെ ബാലനെക്കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ 6 മാസം ജീവിച്ചു കിടന്നു, അതിൽ പിന്നെ മരിച്ചുവെന്ന് ഞാൻ പറയാം. അതിനെ അനുസരിച്ച് ജനങ്ങളും പറയും. ആ ബാലകനെ നിന്റെ അരികത്ത് കൊണ്ടുവന്നു തരാം. നിത്യവും ഞാൻ നിന്റെ ഗൃഹത്തിൽ വന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യാം. ഫലമർപ്പയധേന്വേത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തഥാചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത. ഈ ഫലം ഭക്ഷിച്ചാൽ ഗർഭം ധരിക്കുമോ എന്ന് പരീക്ഷിപ്പാൻ ഇപ്പോൾ പശുവിന് ഫലത്തെ സമർപ്പിക്കുക എന്ന് അനുജത്തി പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് സഹജമായിട്ടുള്ള ദോഷബുദ്ധിയുടെ പ്രേരണയാൽ എല്ലാം വേണ്ടതുപോലെ ചെയ്തു. അധകാലേന സാനാരി പ്രസൂതാ ബാലകം ദദാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ധുലിം ദദോ. അനന്തരം അനുജത്തി പ്രസവകാലമായപ്പോൾ ബാലകനെ പ്രസവിച്ചു. 6 മാസം വളർത്തി. ജ്യേഷ്ഠത്തിയോ ഗർഭമില്ലാത്ത കാരണത്താൽ പ്രസവിച്ചതുമില്ല. ഈ അവസരത്തിൽ അനുജത്തിയുടെ ഭർത്താവ് ബാലകനെ ആരും അറിയാതെ കൊണ്ടുവന്ന് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. തയാച കഥിതം ഭർത്തേ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുൽപ്പന്നമാത്മദേവ പ്രചോദയാൽ. ഉടനെ ദുന്ധുലി ഭർത്താവിനോട്, ഞാൻ സുഖമായി പ്രസവിച്ചു, പ്രസവവേദനയോ മറ്റു ദുഃഖമോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആത്മദേവന് സന്താനമുണ്ടായി എന്നറിഞ്ഞ് ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. ഇത്രയും വ്യാജം എങ്ങനെ ഭർത്താവിനെ
ബോധ്യപ്പെടുത്തി എന്നുള്ള ശങ്കയുണ്ടാവാം. ദുഷ്ടസ്ത്രീ ചരിതം അറിവാൻ കഴിയാത്ത ഒന്നാണെന്ന് മാത്രമേ അതിന് സമാധാനമുള്ളൂ. ദദോദാനം ദ്വിജാതിഭ്യോ ജാതകർമ്മവിധായ ഗീതവാദിത്രഘോഷോ ഭൂ തദ്വാരേ മംഗളം ഭൂ. പുത്രന് ജാതകർമ്മം ചെയ്തു, ബ്രാഹ്മണർക്ക് വേണ്ടുന്ന വിധം ദാനം ചെയ്തു. ആത്മദേവന്റെ ഗൃഹത്തിൽ പാട്ടവാദ്യം മുതലായ മംഗളാഘോഷങ്ങൾ പലതുമുണ്ടായി. ഭർത്തുരഗ്രേ ബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുജേ മമ അന്യസ്തന്യേന നിർദുഗ്ധാഗതം പുഷ്ണാമി ബാലകം മത്സ്വസായാ പ്രസൂതായാമൃതോ ബാലസ്തു വർത്തതേ താമാകാര്യഗൃഹേ രക്ഷസാതേ ഗർഭം പോഷയിഷ്യതി പതിനാതൽകൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്ഥ ധുന്ധുകാരി നാമമാത്രാപതിഷ്ഠിതം. ധുന്ധുലി ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എൻ്റെ മുലയിൽ പാലില്ല, അന്യയുടെ മുലപ്പാൽ കൊടുത്തിട്ട് കുട്ടിയെ രക്ഷിക്കുക എന്നതും പ്രയാസം. അവൾ വന്ന് പാൽ കൊടുത്തു പോകും, ഇടയ്ക്ക് വേണ്ടി വരുമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ട് നേരിടും. അതിന് ഞാനൊരു ഉപായം പറയാം. എൻ്റെ സഹോദരിയുടെ കുട്ടിയുടെ മരിച്ചുപോയി, അവളെ നമ്മുടെ ഗൃഹത്തിൽ വരുത്തി പാർപ്പിക്കുക. അവൾ അങ്ങയുടെ പുത്രനെ വളർത്തും. അത് കേട്ടപ്പോൾ ഭർത്താവ് അതുപോലെ ചെയ്തു. പുത്രനെ ഏതുവിധവും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ആത്മദേവനുണ്ടായിരുന്നു. കുട്ടിക്ക് ദുന്ധുകാരി എന്നുള്ള നാമധേയം മാതാവ് കൽപ്പിച്ചു. ത്രിമാസേ നിർഗതേ ചാതാ സാധേനു സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. 3 മാസം കഴിഞ്ഞപ്പോൾ ആ പശു സർവാംഗസുന്ദരനും സ്വർണകാന്തിയുള്ളവനും നിർമ്മലനും ദിവ്യനുമായ ഒരു കുട്ടിയെ പ്രസവിച്ചു. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തൂര് സംസ്കാരാൻ സ്വയമാദധേ മത്വാശ്ചര്യം ജന സർവേ ദിദൃക്ഷാർത്ഥം സമാഗത. പശുവിൽ നിന്ന് ഉത്ഭവിച്ച ബാലകനെ കണ്ടിട്ട് പരമാശ്ചര്യയുക്തനായ ബ്രാഹ്മണനാകട്ടെ താൻ തന്നെ ബാലകന് വേണ്ടുന്ന ജാതകർമാതി സംസ്കാരങ്ങളെ നിർവഹിച്ചു. ജനങ്ങളെല്ലാവരും ആശ്ചര്യ സംഭവം അറിഞ്ഞ് കാണാൻ ആഗ്രഹത്തോടുകൂടെ വന്നുകൊണ്ടിരുന്നു. ഭാഗ്യോദയോധനാജാതാത്മദേവസ് പശ്യതാം ധന്വാ ബാല പ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ആത്മദേവൻ ഇപ്പോൾ ഭാഗ്യോദയമായിരിക്കുന്നു. പശുവിനുണ്ടായ ബാലൻ ദിവ്യസ്വരൂപിയായിരിക്കുന്ന കൗതുകത്തെ നിങ്ങൾ നോക്കുവിൻ എന്നിങ്ങനെ ജനങ്ങൾ അന്യോന്യം പറഞ്ഞു. ജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോ ഗതാ ഗോകർണം സതം ദൃഷ്ട്വാ ഗോകർണം നാമ ജാഗരോല്ലെ. സന്യാസി നൽകിയ ഫലഭക്ഷണം നിമിത്തമാണ് ധേനുവിൽ നിന്ന് ജീവനായ പുത്രൻ ജനിച്ചതെന്നുള്ള കാരണം ദൈവയോഗത്താൽ ആർക്കും അറിയാൻ സാധിച്ചതുമില്ല. പശുവിൽ നിന്നുത്ഭവിച്ച ദിവ്യബാലകന്റെ കർണങ്ങൾ മാർത്തം പശുകർണങ്ങൾ എന്ന പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ആത്മദേവൻ ആ ബാലകന് ഗോകർണൻ എന്ന് പേരിട്ടു. കിയൽ കാലിന ദൗജാതോ തരുണോ കിയൽ കാലിന ദൗജാതോ തരുണോ കിയൽ കാലിന ദൗജാതോ തരുണോ തനയാ ഉഭോ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ധുകാരി മഹാകലാം. കാരണവൈചിത്രം നിമിത്തം കാര്യത്തിൽ കണ്ടതായ വിചിത്രതയെ വിശദമാക്കുന്നു. കുറെ കാലം കൊണ്ട് ആ 2 പുത്രന്മാരും യൗവനയുക്തന്മാരായി ഭവിച്ചു. ഗോകർണൻ വിവേകബുദ്ധിയുള്ളവനും ജ്ഞാനിയുമായി വന്നു. ദുന്ധുകാരി മഹാദുഷ്ടനുമായി ഭവിച്ചു. സ്നാന ശൗചക്രിയാഹീനോ ദുർഭക്ഷീകരോധ സംയുത ദുഷ്പരിഗ്രഹകർത്താജാ ശവഹസ്തേന ഭോജനം. ശവഹസ്തേന ഇടത്തു കൈകെ കൊണ്ട് ദുഷ്പദാർത്ഥങ്ങളെ ഭക്ഷിക്കുന്നവൻ. സ്നാനം, ശൗചം, ബ്രാഹ്മണോചിതമായ നിത്യകർമ്മം മുതലായവയില്ലാത്തവനും ദുഷിച്ച ഭക്ഷിക്കുന്നവനും സതുപദേശം ചെയ്യുന്നവരിൽ ക്രോധിക്കുന്നവനും ദുഷിച്ച പരിഗ്രഹങ്ങളെ സ്വീകരിക്കുന്നവനും ഇടത്തുകൈ കൊണ്ട് ഭുജിക്കുന്നവനുമായിരുന്നു. വാമഹസ്തേന ഭുക്തം മാംസതുല്യം സ്മൃതം ബുധൈ. ഇടത്തുകൈ കൊണ്ട് യാതൊന്നിനെ എടുത്തു ഭക്ഷിക്കുന്നുവോ ആ വസ്തു മാംസത്തിനു തുല്യമാണെന്ന് സ്മൃതിയുള്ളത് കൊണ്ടാണ് ശവഹസ്തം ഇടത്തുകൈ എന്ന് നിർണയിച്ചത്. ദുഷ്പരിഗ്രഹങ്ങളെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. തിലധേനുർഗജോവാജി പ്രേതാന്നമജിനം മണി സുരഭി സ്വയമാനാജ ദുഷ്ടാസപ്തപരിഗ്രഹ. എല്ലുകൊണ്ട് നിർമ്മിച്ച പശു, ആന, കുതിര, പ്രേതാന്നം, കൃഷ്ണമൃഗത്തോൽ, മണി, ശാലിഗ്രാമം എന്നു പേരായത്. പ്രസവിക്കുന്ന പശു പ്രസവിച്ചു കഴിഞ്ഞില്ല, കുട്ടിയുടെ മുഖം മാത്രം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നിലും പിന്നിലും മുഖമുള്ള പശുവെന്ന നിലയിലിരിക്കുന്ന ധേനുവെന്നു സാരം. എന്നീ 7 പദാർത്ഥങ്ങളെ ബ്രാഹ്മണന് സ്വീകരിച്ചുകൂടാ എന്നാണ് സ്മൃതിവചനം. ഇങ്ങനെ നിഷിദ്ധദാനങ്ങളെ സ്വീകരിക്കുന്നവനായിരുന്നു ദുന്ധുകാരി. ചൗര സർവജനദ്വേഷി പരവേശ്മ പ്രദീപക ലാളനായാർഭകാന്ധത്വാ സദ്യ കൂപേന്യപാതയല്ലേ. അന്യരുടെ മുതൽ കക്കുന്നവനും സർവജനങ്ങളെയും ദ്വേഷിക്കുന്ന സ്വഭാവമുള്ളവനും അന്യരുടെ ഗ്രഹങ്ങൾ തീവച്ച് ദഹിപ്പിക്കുന്നവനും കുട്ടികളെ ലാളിപ്പാനെന്ന നിലയിൽ എടുത്ത ഉടനെ കിണറ്റിൽ എറിയുന്നവനുമായിരുന്നു. ഹിംസക ശസ്ത്രധാരീജ ദീനാന്ധാനാം പ്രപീഡക
ചണ്ടാളാഭിരതോ നിത്യം പാശസ്തംഗത. പ്രാണികളെ വധിക്കുന്നവനും എപ്പോഴും ആയുധമെടുത്ത് നടക്കുന്നവനും ദരിദ്രന്മാർ ദുഷ്ടഹീനന്മാർ എന്നിവരെ ഉപദ്രവിക്കുന്നവനും ചണ്ടാളന്മാരോട് കൂടി ചേർന്ന് രസിക്കുന്നവനും കയർ കയ്യിൽ പിടിച്ചു നടക്കുന്നവനും ക്രൂര സംസർഗമുള്ളവനുമായിരുന്നു. സംഗത എന്നതിന് സ്വസംഗത എന്ന പാഠഭേദം. ശ്വാവിൻ്റെ സംഘത്തോടു കൂടിയവൻ. തേന വേശ്യാപ്രസംഗേന പൈത്ര്യം വിത്തം ദുനാശിതം ഏകദാവിതരോധാഢ്യപാത്രാണി സ്വയമാഹരൽ. വേശ്യാസംസർഗം നിമിത്തം പിതാവിൻ്റെ മുതൽ മുഴുവനും നശിപ്പിച്ച അവൻ ഒരു നാൾ മാതാപിതാക്കന്മാരെ ദേഹോപദ്രവം ചെയ്ത ശേഷം ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ വേശ്യാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. തൽപിതാ കൃപണ പ്രോചർധനഹീനോ ദുര്യോധ വന്ധ്യത്വം സമീചീനം കുപുത്രോ ദുഃഖദായക. അവൻ്റെ പിതാവ് ധനഹീനനും ദുഃഖിതനുമായിട്ട് താഴെ പറയുന്ന വിധം ഉച്ചത്തിൽ പറഞ്ഞു കരഞ്ഞു. ആ കഷ്ടം, പുത്രൻ ഇല്ലാതിരിക്കുന്നത് വളരെ നല്ലതാകുന്നു. പ്രസവിച്ചുണ്ടാകുന്നത് കുൽസിതപുത്രനാണെന്ന് വന്നാൽ അവൻ അതിദുഃഖത്തെ നൽകുന്നവൻ തന്നെ നിശ്ചയം. ആ വിധമുള്ള പുത്രൻ ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജനിക്കാതിരിക്കുന്നതാകുന്നു. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വിവോഹയിൽ പ്രാണാംസ്യാമി ദുഃഖേന ഹാകഷ്ടം മമ സംസ്ഥിതം. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്? എൻ്റെ ഈ ദുഃഖത്തെ ആർ തീർത്തു തരും? ദുഃഖം സഹിപ്പാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കട്ടെയോ? ഹാ, എനിക്കിത്ര കഷ്ടം വന്നു ചേർന്നല്ലോ. തദാനീന്ദു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ആ സമയത്തിൽ ജ്ഞാനിയായ ഗോകർണൻ അവിടെ വന്നു. വിഷയവിരക്തി ഉണ്ടാവാൻ ഉപകരിക്കുന്ന പരമാർത്ഥ സംഗതികളെ കാട്ടിക്കൊടുത്തും കൊണ്ട് പിതാവിനെ ബോധിപ്പിച്ചു. ധേനുവിൽ നിന്ന് ജനിച്ച ഗോകർണന്റെ പിതാവാണോ ആത്മദേവനെന്നു ശങ്കിക്കേണ്ട. അന്നദാതാഭയത്രാദാ യശ്ച കന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ മന്ത്രശ്ച പാഞ്ചൈതേ വിതരസ്മൃത. ഭക്ഷണം നൽകി വളർത്തുന്നവൻ, ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, കന്യകയെ നൽകുന്നവൻ, വിദ്യയെ ഉപദേശിക്കുന്നവൻ, മന്ത്രം ഉപദേശിക്കുന്നവൻ, ഈ 5 പേരും പിതാക്കന്മാരാകുന്നുവെന്നുള്ള സ്മൃതിപ്രകാരം ആത്മദേവൻ ഗോകർണന്റെ പിതാവ് തന്നെ. പിതാവിനെ വിരക്തി ജനിപ്പാൻ ഗോകർണൻ സൂചിപ്പിച്ച സംഗതികൾ ഇവയാകുന്നു. യൽ സ്തന്യം പൂർവം വിത്വാ നിഷ്പീഡ്യ ച പയോധരാൻ യസ്മിൻ ജാതോ ഭഗേ പൂർവം യസ്മിന്നേവ ഭഗേരമേൽ. യാമാദാസാ പുനർഭാര്യ ജനനീഹി സായ പിതാ സപുനപുത്രോയ പുത്ര സപുനപിതാ ഏവം സംസാരചക്രേണ കൂപചക്രഘടാവിവാം. അഹോ, സംസാരചക്രത്തിൻ്റെ ഗതവൈചിത്രം ആശ്ചര്യം തന്നെ. ഏതൊരു മുലയിൽ നിന്ന് പാൽ കുടിച്ചു വളർന്നുവോ ആ സ്തനത്തെ തന്നെ അല്ലല്ലോ ഇതര സ്ത്രീ ശരീരത്തിൽ വ്യത്യാസ്പദമായിരിക്കുന്നത്. ഏതൊരു യോനിയിൽ നിന്ന് ജനിച്ചുവോ ഇതര സ്ത്രീ ശരീരത്തിലുള്ള ആ യോനിയിൽ തന്നെ ആനന്ദിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു സ്ത്രീരൂപമോ ആദിയിൽ മാതാവായി ഭവിച്ചത് ഇതരമായ ആ സ്ത്രീരൂപത്തെ തന്നെ യൗവനദശയിൽ ഭാര്യയായിട്ട് ആഗ്രഹിക്കുന്നു. യാതൊരുത്തി ഭാര്യയായിരുന്നുവോ അവൾ പിന്നെ ഒരു ജന്മത്തിൽ അമ്മയായിട്ട് വരുന്നു. യാതൊരുവൻ പിതാവായി ഭവിച്ചുവോ അവൻ പിന്നെ ഒരു ജന്മത്തിൽ പുത്രനായി വരുന്നു. പുത്രനായവൻ പിന്നെ പിതാവായിട്ടും വരുന്നു. ഇപ്രകാരം സംസാരചക്രത്തിൽ ജീവന്മാർ ചുറ്റിത്തിരിയുന്നു. ഈ പരിഭ്രമണത്തെ അവസാനിപ്പിക്കുവാൻ തന്നെ പരിശ്രമിക്കണം എന്നിങ്ങനെയുള്ള സംഗതികളെ പിതാവിന് ബോധ്യപ്പെടുത്തി. അസാര ഖലു സംസാരോ ദുഃഖരൂപി വിമോഹക സൂതക്കസ്യ ധനം കസ്യാ സ്നേഹവാൻ ജ്വലതേ നിശം. സംസാരത്തിൻ്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്തു നോക്കിയാൽ നിശ്ചയമായും നിസ്സാരവും ദുഃഖാത്മകവും മോഹാസ്പദവുമാകുന്നു. ആരുടെ പുത്രൻ, ആരുടെ ധനം, ആർ പുത്രധനാദികളെ ആത്മീയത്വേന കരുതി സ്നേഹിക്കുന്നുവോ ആ പുരുഷൻ എപ്പോഴും പരിതപിക്കുന്നു. ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിന്ന സുഖം ചക്രവർത്തിന സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്തജീവിന. ഇന്ദ്രനും സർവഭൗമനായ ചക്രവർത്തിക്കും കൂടെ അല്പവും സുഖമില്ല. പിന്നെ സുഖം ആർക്കുണ്ടെന്നാൽ സംസാരത്തിൽ വിരക്തിയെ പ്രാപിച്ച് ഏകാന്തത്തിൽ വസിക്കുന്ന മുനിക്കു മാത്രമുണ്ട്. മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേ ഗതി നിബദശീതിദേഹോയം സർവം ദുഃഖാപനം വ്രജ. പുത്രൻ എന്നുള്ള മമതാരൂപമായ അജ്ഞാനത്തെ ഉപേക്ഷിച്ചാലും ആ അഭിമാനം അറിവില്ലായ്മ നിമിത്തം ഉണ്ടാകുന്നതാകുന്നു. അതുനിമിത്തം നരകത്തിൽ ചെന്നു ചേരും. ഈ ശരീരം പ്രാരബ്ധാവസാനത്തിൽ വീണുപോകും. ഇപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോയിക്കൊള്ളുക. തദ്വാക്യം സമാകർണ്യ ഗന്ധുകാമപിതാ ബ്രവിൽ കിം കർത്തവ്യം മനേ ദാതാ തത്വം വധവത് സവിസ്തരം. ഗോകർണൻ പറഞ്ഞത് ഹിതമാണെന്നു കരുതിയ പിതാവ് വനത്തിലേക്ക് പോവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിധം പറഞ്ഞു. ഹേ പുത്ര,
വനത്തിൽ പോയാൽ ഞാൻ എന്തു ചെയ്യണമോ അത് നീ വിസ്തരിച്ചു പറയുക. അന്ധകൂപേ സ്നേഹപാശിർബദ്ധത്പങ്കുരഹം ഷഠാ കർമ്മണാപതിതോ നൂനം മാമുദ്ധരതയാനിധേ. സാരഭീനമായ സംസാരമാകുന്ന അന്ധകൂപത്തിൽ വീണുകിടക്കുന്ന ഞാൻ സ്നേഹപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കയാൽ മുടന്തനും ഷഠനുമാകുന്നു. ഈ മാതിരി വധിപ്പാൻ എൻ്റെ കർമ്മം തന്നെ കാരണം. ദയാനിധേ, എന്നെ ഇതിൽ നിന്ന് നീ സമുദ്ധരിച്ചാലും. ഗോകർണ ഉവാചാം ദേഹേസ്തി മാംസരുദ്രേഭിമതിം ദ്വിജത്വം ജായാസുദാശു സദാ മമതാം വിപുഞ്ച പശ്യാനിശം ജഗതിതം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവക്തിനിഷ്ഠാം. ഗോകർണം പറഞ്ഞു, അസ്ഥി മാംസം രക്തം എന്നിവ ചേർന്നുണ്ടായി ശരീരത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധിയെ ഉപേക്ഷിച്ചാലും ഭാര്യാപുത്രാദികളിൽ എൻ്റേതെന്നുള്ള വിചാരത്തെയും വിട്ടുകൊള്ളുക. ഈ ലോകം ക്ഷണം തോറും നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണെന്ന് കാണുക. എല്ലാറ്റിലും വിരക്തിയെ സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവനും ഭക്തിയിൽ ഇളക്കമില്ലാത്തവനുമായി ഭവിക്കുക. ധർമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാൻ. ധർമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാൻ. രേവസ്വധാതു പുരുഷാൻ ജഹികാമതൃഷ്ണാം. അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ ശൈവീകഥാരസമോ നിതരം വിഭത്വം. എപ്പോഴും സ്വധർമ്മത്തെ വിടാതെ സ്വീകരിക്കുക. പരധർമ്മങ്ങളെ ഉപേക്ഷിക്കുക. സജ്ജനങ്ങളെ ആശ്രയിക്കുക. വിഷയാഭിലാഷത്തെ വെടിയുക. അന്യന്മാരുടെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള വിചാരത്തെ വെടിയുക. ഈശ്വരകഥാമൃതത്തെ ഏറ്റവും പാനം ചെയ്യുക. ഏവം സ്തുതോക്തി വിശദോ വിഗ്രഹം വിഹായ യാതോവനം സ്ഥിരമതിർഗത ഷഷ്ടിവർഷ യുക്തോ ഹരേരനുദിനം പരിചര്യാസോ ശ്രീകൃഷ്ണമാവനിയതം ദശമസ്യ പാഠല്ല. പുത്രവാക്യമനുസരിച്ച് നടന്നതിനാൽ ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചുവെന്ന് സൂതൻ പറയുന്നു. ഇപ്രകാരം പുത്രൻ പറഞ്ഞതിനെ അനുസരിച്ച് വീട്ടിൽ നിന്ന് പിരിഞ്ഞ് കാട്ടിൽ പ്രവേശിച്ചു. മനസ്സിനെ ഉറപ്പിച്ചു. വയസ്സും 60 കഴിഞ്ഞു. ശ്രീഹരിയെ പ്രതിദിവസം പൂജിക്കുന്നതിൽ തന്നെ മനസ്സിലെത്തി പ്രതിദിവസം ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിച്ചു. അവസാനത്തിൽ ശ്രീകൃഷ്ണനോട് യോജിക്കുകയും ചെയ്തു. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമൽ ഭാഗവതമാഹാത്മ്യേ പ്രമോക്ഷോ നാമ ചതുർത്ഥോധ്യായാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.